സുക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലി, 2 ടീസ്പൂണിനടുത്ത് കുരുമുളക്, പിന്നെ ചേർത്ത് കൊടുക്കേണ്ട ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ വളരെ കുറച്ച് നമ്മുടെ ഉലുവ. അതിനുശേഷം പിന്നെ ഒരു 2 പീസ് പട്ട, കറുവപ്പട്ട, പിന്നെ ഒരു കുറച്ച് ബേ ലീവ്സും ഒരു 3-4 ഗ്രാമ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 വറ്റൽമുളക്, നമ്മുടെ സാധാരണ വറ്റൽമുളക് നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വന്ന് ഏകദേശം ഒരു പാകമാകുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ സുക്കൊക്കെ നല്ലൊരു കളർ ഉണ്ടാവുക. അപ്പോൾ കാശ്മീരി മുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതൊരു 6 എണ്ണത്തിനടുത്താണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 6 എണ്ണമൊക്കെ ഉപയോഗിച്ചാൽ മതി. 1/2 കിലോ ചിക്കൻ്റെ കണക്കാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സ്പൈസസ് അതിന് കറക്റ്റാണ്. അപ്പോൾ ഇത്രയും ഇത് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മിക്സിയിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ നന്നായി ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നല്ല റെഡ് കളറിലായിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നമ്മുടെ ചിക്കനിലോട്ടേക്ക് ചേർത്ത് അരവ് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബോണുള്ള ചിക്കൻ എടുക്കുമ്പോഴായിരിക്കും സുക്ക കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു 1/2 കിലോ ചിക്കനാണ്. ഇതിനകത്തോട്ടേക്ക് നമുക്ക് ആദ്യമേ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വളരെ കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ അരവൊക്കെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് ഇത് ചിക്കനായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കളറായിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണം തന്നെ ആ കാശ്മീരി മുളക് ഇതിനകത്ത് ഉപയോഗിച്ചതാണ്. എരിവിനായിട്ട് നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ വറ്റൽമുളകും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതൊന്ന് മാരിനേഷൻ ചെയ്യാൻ വെക്കുക. അപ്പോഴാണ് ഇതുമായിട്ട് ചിക്കനുമായിട്ട് ഇത് നന്നായിട്ട് പിടിച്ചു വരിക. അതുപോലെ നമ്മൾ വറുത്തെടുക്കുമ്പോഴാണെങ്കിലും ആ ഒരു നല്ല രുചി ഉണ്ടാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 അവറെങ്കിലും നിങ്ങളൊന്ന് മാരിനേഷൻ ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ സുക്ക ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുക്ക ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലൊരു പാൻ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂണിനടുത്ത് വെജിറ്റബിൾ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് കൂടി ചേർത്തിട്ടാണ് ഇത് ശരിക്കും സുക്ക ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ. പക്ഷേ ശരിക്കും നെയ്യ് കൂടി ചേർത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ പിന്നെ ഇതിനകത്തോട്ടേക്ക് ഒരു 3 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഞാനൊന്ന് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും ഈ നെയ്യിലും എണ്ണയിലും കിടന്നിട്ട് റോസ്റ്റ് ചെയ്ത് ഏറ്റവും ഡ്രൈ ആകുന്നത് വരെയാണ് നമ്മൾ ഈ സുക്ക ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് സവാളയാണ്. ഇതിപ്പോൾ ഞാൻ 2 സവാള ചെറിയ പീസസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ സവാള നിങ്ങൾ വഴറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല സോഫ്റ്റ് ആവണം. അതായത് ഇതിൻ്റെ അളവൊക്കെ നന്നായി കുറഞ്ഞു വരണം. കാരണം ചിക്കൻ സുക്കയിൽ നമ്മൾ ഗ്രേവി അധികം ഉണ്ടാവില്ല. ആ ഗ്രേവിയൊക്കെ ആ ചിക്കനുമായിട്ട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സവാളയാണെങ്കിൽ അത് കാണാനൊന്നും ഉണ്ടാവില്ല അതിനകത്ത്. അപ്പോൾ അത്രയധികം നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചിക്കനാണെങ്കിലും അതുപോലെ തന്നെ സവാളയാണെങ്കിലും ഒക്കെ. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു നല്ല സോഫ്റ്റ് ട്രാൻസ്പാരൻ്റ് ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് ഇത് വഴണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നന്നായി കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് 2 തക്കാളി, ഇപ്പോൾ 2 സവാള ഉപയോഗിച്ചപ്പോൾ 2 തക്കാളി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. തക്കാളി നിങ്ങൾ നല്ല പഴുത്ത തക്കാളി ഉപയോഗിക്കട്ടെ, അപ്പോൾ നല്ല രുചി ഉണ്ടാവുക. മൂടി വെച്ചിട്ട് തക്കാളി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി ഏകദേശം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പാകമാണുള്ളത്. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ചിക്കനിലോട്ടേക്ക് ഈ അരവൊക്കെ പിടിച്ചിട്ട് ശരിക്കും നല്ല കളറുണ്ടാവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോൾ ശരിക്കും കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഇത് നന്നായിട്ട് ഇതുമായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ സവാളയും തക്കാളിയൊക്കെ ആയിട്ട് ചിക്കനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളക്കണം. അപ്പോൾ ഇതൊന്ന് ഒരു 1/4 ഭാഗം കുക്കാവുന്ന വരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒത്തിരി കുക്കാകരുത്. ഒരു 1/4 ഭാഗം പാകമാകുമ്പോൾ തുറന്നിട്ട് പിന്നെ നമ്മൾ ഇളക്കി കൊടുത്തിട്ടാണ് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ കുക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. അതായത് നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായി ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക.
അപ്പോൾ മൂടി വെച്ചിട്ട് നമ്മൾ മുഴുവനായി കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ റോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്തുടയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇതിനെ ഡ്രൈ ആക്കി എടുക്കുക. എന്നൊക്കെ ഗ്രേവി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. പക്ഷേ സുക്ക എന്ന് പറയുന്നത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. ഇപ്പം കുറച്ചുകൂടി ഡ്രൈ ആയി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നന്നായി ഡ്രൈ ആയി ഇതിൻ്റെ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമ്മൾ സവാളയൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. അതൊക്കെ ചിക്കനായിട്ട് ശരിക്കും ചേർന്നു. നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുക്ക റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി നമുക്ക് തൂക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ഗീ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എന്തായാലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.